ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ആയാലോ. അപ്പോൾ ചിക്കൻ ലിവർ ആട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കറി വയ്ക്കാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അതുപോലെ തന്നെ സവോള ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതിന് ശേഷം നമ്മുടെ പാൻ ഒന്ന് ചൂടാക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഒന്നിട്ട് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം, അപ്പോഴേ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുള്ളൂ. ശേഷം നല്ലപോലെ ഒന്ന് വാടുന്നത് വരെ നമ്മളിതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഏകദേശം വാടിയതിന് ശേഷം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഇത് അത്യാവശ്യം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവോളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോള നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാട്ടോ. അപ്പോൾ ഒരു 2 സവോളയുണ്ട്, അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. സവോള നല്ലപോലെ വഴണ്ട് ഒരു ഫ്രൈ ചെയ്ത് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന വരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. ആ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടും. അങ്ങനെ ഇത് അത്യാവശ്യം ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആവാനുണ്ട്. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിത് വഴറ്റാം. ഇനി നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേപ്പില നമ്മൾ ഇപ്പോൾ തന്നെ പൊട്ടിച്ചുകൊണ്ട് വന്ന നല്ല ഫ്രഷ് വേപ്പിലയാണ്. അതും കൂടെ ഇട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സവോള. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളകാണ് ഇതിൽ മെയിൻ. പിന്നെ ഗരം മസാല വേണം, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി ഓരോന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മുടെ സവോളയിൽ ശരിക്കും ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കുന്ന വരെ നമ്മൾ ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കക്കും അതുപോലെ തന്നെ കരളൊക്കെ നമ്മൾ റെഡിയാക്കി ക്ലീൻ ചെയ്തൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചത് കാരണം പകുതി പണി നമ്മുടെ കുറഞ്ഞിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്യാനായിട്ട് അത്യാവശ്യം നേരം നമുക്ക് വേണം. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് മുളക് പൊടിയും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് വേവിച്ച് വെച്ചിട്ടുള്ളത്. അത് കാരണം ശരിക്കും ഒരു മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിൽ പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്തിലേക്ക് നമ്മൾ ഇതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ലിവർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിലിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് കറിയായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ചിക്കൻ ലിവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.